കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഭക്തിയിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും മുദ്ര ചാർത്തിയ ഒരു നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമര തടിനി എന്ന് വിളികൊണ്ട അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴയിൽ നിന്ന് വ്യവസായ മേഖലയിൽ ഏറെ ശ്രദ്ധേയയായി തീർന്ന ഒരു നാരീരത്നമാണ് ഇന്നിപ്പോൾ നമുക്കൊപ്പമുള്ളത്. ശ്രീമതി കലാ ഹരികുമാർ. UAE-യിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അമ്പലപ്പുഴക്കാരനായ ശ്രീ ഹരികുമാറിന്റെ പത്നിയാണ് ശ്രീമതി കലാ ഹരികുമാർ. ജീവിതത്തിൽ എന്ന പോലെ ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ. കലചേച്ചിയുടെ ജീവിത വഴികളെയും ബിസിനസ് സംരംഭങ്ങളെയും ഭാവി പദ്ധതികളെയും കുറിച്ചെല്ലാം നമുക്ക് ചോദിച്ചറിയാം. കലചേച്ചി, സ്വാഗതം. ഹരിച്ചേട്ടൻ എന്നാണ് അമ്പലപ്പുഴക്കാർ ഏറെ സ്നേഹത്തോടെ ശ്രീ ഹരികുമാർ സാറിനെ വിളിക്കുന്നത്. അതേ സ്നേഹത്തോടെ കലചേച്ചിയെയും അങ്ങനെ സംബോധന ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. അമ്പലപ്പുഴയിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ അമ്പലപ്പുഴയിൽ എത്തിച്ചേരുകയും അതിനുശേഷം വിദേശത്തേക്ക് സ്ഥിരതാമസമാവുകയും ശ്രീ ഹരികുമാർ സാറിന്റെ ബിസിനസ്സിനോട് ഒപ്പം ചേർന്ന് ജീവിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ അതിന്റെ ചുമതലകൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പ്രൊഫൈലാണ് കലചേച്ചിക്കുള്ളത്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായി കല എന്ന വ്യക്തിയുടെ ഒരു കുട്ടിക്കാലം, വിദ്യാഭ്യാസം, ചേച്ചിയുടെ നാട് എവിടെയാണ് പഠിച്ചത്, അച്ഛൻ, അമ്മ, അത്തരം വീട്ടിലെ വിശേഷങ്ങൾ പറയാം ആദ്യം. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. ഞങ്ങള് 3 പെൺകുട്ടികളാണ്. അതിലെ ഏറ്റവും മൂത്തതാണ് ഞാൻ. എനിക്ക് 2 താഴെ, എനിക്ക് 2 അനിയത്തിമാരുമുണ്ട്. എൻ്റെ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സെന്റ് ആൻസിലാണ് പഠിച്ചത്. കോളേജ് പരുമല പമ്പായിലാണ് പഠിച്ചത്. എൻ്റെ അച്ഛന് മാന്നാർ സ്കൂളിലെ ടീച്ചറായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്നെ അങ്ങോട്ടല്ല വിടത്തുള്ളൂ. അങ്ങനെ അവിടെ പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 19 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. അമ്പലപ്പുഴക്കാരായി എത്തി. അത് 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹരികുമാറിന്റെ വൈഫായിട്ട് ഞാൻ പ്രവാസ ജീവിതം ആരംഭിച്ചു. ഞാൻ ആദ്യം പോയത് സൗദിയിലോട്ടാണ്. അവിടെയാണ് എൻ്റെ 2 മക്കളും ഉണ്ടായത്. അതിൽ എനിക്ക് തോന്നുന്നു മൂത്ത മോൾക്ക് ഒരു 6 വയസ്സായപ്പോഴാണ് ചേട്ടന്റെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് ദുബൈയിലോട്ടൊരു മാറ്റം വന്നത്. അപ്പൊ സ്കൂൾ അധ്യാപകരുടെ മകളാണ്. അതെ. പന്തള സ്കൂളിലെ ടീച്ചറായിരുന്നു, അധ്യാപികയായിരുന്നു. അച്ഛൻ മാന്നാർ NSS-ലെ, 2 പേരും NSS-ലെ ടീച്ചേഴ്സ് ആയിരുന്നു. സ്കൂളിലെ ടീച്ചർമാരുടെ അധ്യാപക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ് ബിസിനസിന്റെ വ്യവസായ മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഇപ്പൊ ആദ്യം തൊട്ട് തന്നെ ഹരിചേട്ടൻ ഈ ഒരു വ്യവസായ രംഗത്തായിരുന്നോ, അതോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലിയായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് വ്യവസായത്തിലേക്ക് മാറിയതാണോ? ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അല്ലല്ല, ചേട്ടൻ ആദ്യം ജോലി തന്നെയായിരുന്നു. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചേട്ടൻ വേറെ എവിടെയൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അലിപ്കോ എന്ന് പറഞ്ഞൊരു സൗദിയിൽ അലിപ്കോ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവിടെ പിന്നെ ക്വാളിറ്റി കൺട്രോളിംഗ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റാണ് എനിക്ക് അവിടെ കണ്ടത്. നമ്മുടെ ഹസ്ബൻഡ് എന്താ വർക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർ തന്ന ലേബൽ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഞാൻ സൗദിയിലെത്തി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പ്ലാന്റ് മാനേജറായി. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ്. എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ ജോലിയുടെ കൂടെ തന്നെ അവിടുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ 2 മക്കളും അവിടെ തന്നെയാണ് ഉണ്ടായത്. അവരൊക്കെ എനിക്ക് ദേവിക്കും ലച്ചുവിനും ഒരു 2-3 വയസ്സായപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പ്, പെൺകുട്ടികളായതുകൊണ്ട് അതിനൊരു കൗതുകം തോന്നി. ഫസ്റ്റ് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു സൗദിയിൽ കുറെ എന്തൊക്കെ പിന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങിയായിരുന്നു, അതും വിജയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു അലുമിനിയം കമ്പനിയാണ് എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പൊ ഈ അലുമിനിയം കമ്പനിയിലേക്ക് ചുവട് വെക്കുന്നതിന് മുൻപ് തന്നെ മറ്റു പല ബിസിനസ്സുകളിലും അദ്ദേഹം ബിസിനസ് ചെയ്യുക, വ്യാപാരം ചെയ്യുക, തന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിലുപരി സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു താല്പര്യം അപ്പൊ അദ്ദേഹത്തിന് അന്നേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബ്ലഡില് ഈ ബിസിനസ് എന്ന് പറഞ്ഞൊരു
സംഗതി കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കത്തില്ലല്ലോ. പിന്നെ പലതും ഞാൻ ഇതുപോലെ റെഡിമെയ്ഡ് ഷോപ്പ്, കൺസ്ട്രക്ഷൻ, ഇതിലൊന്നും വിജയിച്ചില്ല, സക്സസ് ആയില്ല. പിന്നെ എനിക്കൊന്ന് ദുബൈ ചെന്ന് കഴിഞ്ഞിട്ടാണ് ചേട്ടന്റെ മേഖലയിൽ, ചേട്ടൻ അലുക്കോ എന്ന് പറയുന്ന സ്ഥാനത്ത് വർക്ക് ചെയ്തത് തന്നെ അലൂമിനിയം ഫീൽഡ് തന്നെയാണ്. അപ്പൊ ചേട്ടന്റെ ഫീൽഡ് അത് തന്നെയാണ്. ആ ഒരു കാറ്റഗറിയാണ് ചേട്ടൻ വിജയിക്കുന്നത്. ബാക്കി എന്തെടുത്തിട്ടും ചേട്ടൻ വിജയിച്ചിട്ടില്ലല്ലോ. ഷോപ്പ് ആണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിനെ സംബന്ധിക്കുന്ന, അതായത് ഇപ്പൊ അലുമിനിയം ബിസിനസിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അലുമിനിയം എന്ന മെറ്റീരിയലിനെ സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം പഠിച്ചെടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടി കാണും. അതൊരു പ്രയത്നം. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം അലുക്കോയിൽ എനിക്കൊന്നും ചേട്ടൻ പറയുന്നുണ്ട്, നഴ്സറി ആയിരുന്നു എന്റെ ബേസിക്. ഞാൻ എല്ലാം റൂട്ട് തൊട്ട് ടോപ്പ് വരെ പഠിച്ചിട്ടുള്ളത് എല്ലാം അലുക്കോയിൽ നിന്നൊന്നും ആയിരിക്കണമല്ലോ. കാരണം എല്ലാം അത് ക്വാളിറ്റി നോക്കലും അത് ബിസിനസ് പരമായിട്ടുള്ള എല്ലാ കാര്യം ചേട്ടന്റെ ഇപ്പോഴത്തെ ചേട്ടന്റെ ഫീൽഡ് ചേട്ടൻ ഇതിനോട്ട് കണ്ടിന്യൂഷനാ. അലുക്കോയിലുള്ള എല്ലാം തന്നെയാണ് ചേട്ടൻ ഇപ്പം എലൈറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാൻ്റെ അവരെയാണ് എനിക്ക് തോന്നുന്നു ചേട്ടൻ അവിടുത്തെ പഠിച്ചിട്ടുണ്ട്. അത് കാരണമാണല്ലോ ഇത്രയും നല്ലൊരു കോൺഫിഡൻസ് അദ്ദേഹം ഈ ഫീൽഡിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ ദുബായില് ഈ ഒരു കമ്പനിയിൽ ആദ്യം ജോലി ചെയ്തതിന് ശേഷം പിന്നീട് സ്ഥാപനം സ്വയം ആരംഭിക്കുകയായിരുന്നു. അതെ അതെ അതെ. ആദ്യം ദുബൈ ചെന്ന് ചേട്ടൻ എംബ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജോയിൻ ചെയ്തത് അവിടെയാണ്. അവിടെ പ്ലാന്റ് മാനേജർ പോസ്റ്റിൽ തന്നെയാണ് ഇരുന്നത്. അപ്പൊ അവിടുത്തെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ഒരു അവിടുത്തെ ഒരു ലോക്കൽ ദുബൈ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ നഷദ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റിലാണ് ആദ്യം ക്ലാസിക് എന്നുള്ള ഒരു ഫാക്ടറി ചേട്ടൻ മേടിക്കുന്നത്. അപ്പൊ അതായിരുന്നു ഒരു സ്വയം സംരംഭകനാകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഏറ്റവും ഫസ്റ്റിൽ വിളിച്ചാണ് ക്ലാസിക് എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. അത് എനിക്ക് തോന്നുന്നത് ചേട്ടന് ഭയങ്കര കൈപുണ്യമുള്ള ഒരു ആണ് ക്ലാസിക്. അത് കഴിഞ്ഞ് അത് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പേര്, സാധാരണ നമ്മളിപ്പോ ഒരു സ്ഥാപനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ നമ്മള് പിന്നെ പേര് മാറ്റി, അങ്ങനെ പേര് മാറ്റി ക്ലാസിക് എന്ന് തന്നെയാ അതിന് പേര് മാറ്റിയിട്ടില്ല. ക്ലാസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കി എല്ലാം ചേട്ടൻ തന്നെ ഉണ്ടാക്കി. എലൈറ്റ് ചേട്ടന് ഫുൾ അതിന്റെ സ്ട്രക്ചർ തൊട്ട് അത് ബിൽഡിംഗ് ആവുന്നിടം വരെ എല്ലാം ചേട്ടന്റെ അണ്ടറിലായിരുന്നു. ചേട്ടൻ തന്നെയാണ് അതിനെല്ലാം പ്ലാൻ ചെയ്തത്. അതിനെ എലൈറ്റ് ബാക്കിയെല്ലാം എലൈറ്റ് എന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചേച്ചിയായിട്ട് സംസാരിക്കുമായിരുന്നു. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്വയം ഇങ്ങനെ ഒരു പുതിയൊരു ചുവടുവയ്പ് നടത്തുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും വീട്ടില് സംസാരിക്കാറുണ്ടോ? പൊതുവെ അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കത്തില്ല. കാരണം നമ്മൾ ഓഫീസിൽ എത്ര പ്രഷർ ഉണ്ടെങ്കിലും ചേട്ടനെ നമ്മൾ ഓഫീസ് വീട്ടിലെത്തുമ്പോ ചേട്ടൻ അബ്സല്യൂട്ട്ലി നോർമൽ ഒരാളാണ്. ഹസ്ബൻഡ്, പിന്നെ കുട്ടികളുടെ അച്ഛൻ, ഈ ഒരു സ്ഥാനമാണ്. ആ റോളുകളിലേക്ക് മാറും. അങ്ങനെ പിന്നെ തീരെ നിവൃത്തിയിലൊക്കെ. പിന്നെ എനിക്ക് ഫോൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പിടികിട്ടുമല്ലോ, എന്തൊക്കെയോ സംതിങ് ഈസ് ദയർ എന്നുള്ളത് കാണുമ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറ്റിയെന്ന് സംസാരത്തില് വ്യത്യാസം ഞാൻ ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ വല്ലതും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആധികാരികമായിട്ടൊന്നും എന്നോട് അങ്ങനെ ഷെയർ ചെയ്യാ ഈ എന്ന് വെച്ചാൽ ഇതിനെ പറ്റി, നമ്മുടെ ഓഫീസ് വർക്കിനെ പറ്റി അങ്ങനെ ആധികാരികമായിട്ട് എന്നോടൊന്നും പറയാറില്ല. അത് ചേട്ടൻ എനിക്കൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കാരണം അത്ര ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അത് അങ്ങനെ ഇരിക്കുമ്പോ ഏത് സ്റ്റേജിലാണ് അപ്പം ചേച്ചിക്ക് ഇതിനകത്തേക്കൊരു ഇതിനകത്ത് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സംരംഭം ഏറ്റെടുക്കാം അല്ലെങ്കിൽ അതെനിക്ക് പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസവും അറിവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഏതായിരുന്നു? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞ ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പക്ക ഒരു വൈഫ്, അമ്മ, ഈ സ്ഥാനം വീട്ടമ്മ, ശരിക്കും ഒരു വീട്ടമ്മയുടെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതായിരുന്നു താല്പര്യം. ഇവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ പഠിത്തം, അവരെ ട്യൂഷന് കൊണ്ടുപോകുക, അവരെ ഡാൻസിന് കൊണ്ടുപോകുക. എനിക്ക് കിട്ടാത്തതെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. ട്യൂഷന് കൊണ്ടുപോകാണ്, ഡാൻസിന് കൊണ്ടുപോകും, എലക്യൂഷൻ. പിന്നെ അതുപോലെ തന്നെയാണ് 2 മക്കളും. അവരെല്ലാത്തിനും ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ കീ കൊടുത്ത് വിടുന്നതിനെല്ലാം ഫസ്റ്റ് മേടിച്ചോണ്ട് വരുമായിരുന്നു. അതിനോടൊപ്പം ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. വീട്ടിനകത്ത് ഇരുന്നപ്പോ കണ്ട ഒരു ഭിത്തിയിൽ മുഴുവൻ കുട്ടിക്കാലത്ത് ഇവര് ഡാൻസ് പെർഫോമൻസ് കോമ്പറ്റീഷനുകള്, അതുപോലെ പഠിത്തത്തില് നേടിയിട്ടുള്ള ഗ്രേഡുകള്, ഇതിനൊക്കെ കിട്ടിയ ഒരുപാട് അച്ചീവ്മെന്റ്സ് ആണ് അവിടെ. അപ്പൊ ഒരേപോലത്തെ കുറെ ട്രോഫികൾ ഇരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കുട്ടികൾക്ക് അവരുടെ ഓരോ സ്റ്റേജിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ ചേച്ചി അവിടെ വളരെ മനോഹരമായി നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ
ഒരു വീട്ടമ്മയുടെ റോള് അത് എത്രത്തോളം മനോഹരമായിട്ടാണ് ചേച്ചി നിർവഹിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വീട് വളരെ സുന്ദരമായിട്ടാണ് അതിലാണ് എനിക്ക് താല്പര്യം അത് തന്നെയാണ്. വീട്, ഗാർഡൻ, ഇങ്ങനെയൊക്കെയുള്ളതാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്നൊരു ഇപ്പൊ പക്ഷേ കലാശ്രീ ഹരികുമാർ എന്ന് പറയുന്ന ആള് ഒരു സംരംഭകയാണ്. അതിലേക്ക് ആ ഒരു ചുവടുമാറ്റം എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്ത് വളർന്ന ഒരാള്, അത് കഴിഞ്ഞ് പിന്നെ ഒരു വീട്ടമ്മയായി ജീവിച്ച ഒരാള് ഏത് ഘട്ടത്തിലാണ് എനിക്ക് പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് ഹരിച്ചേട്ടനിൽ നിന്ന് കിട്ടിയതാണോ അതോ സ്വയം ഉണ്ടായി വന്നതാണോ? എനിക്ക് അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസമേ ഇല്ല. കാരണം എനിക്കിതൊന്നും അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അബ്സല്യൂട്ട്ലി സീറോ ആയിരുന്നു. എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഈ കുട്ടികള് ദേമോള് 12th കഴിഞ്ഞ് MBBS ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 4 വർഷം കൂടെ ലച്ചും ഉണ്ടായിരുന്നു. അപ്പോഴും വലിയ പ്രശ്നങ്ങൾ എനിക്കില്ലായിരുന്നു. 4 വർഷം കഴിഞ്ഞ് ലച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെന്റലി അപ്സെറ്റ് ആയി തുടങ്ങി. കാരണം എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഒറ്റപ്പെടുന്ന പോലെ. കാരണം അപ്പൊ ചേട്ടന് 2-3 സ്ഥാപനം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ചേട്ടൻ ആ ബിസിനസ് അതിന്റെ തിരക്കില് ബിസിനസ് എങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്നുള്ള തിരക്കിലായിപ്പോയി. എപ്പോഴും ട്രാവലിങ്ങും കാര്യങ്ങളും എന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്, പക്ഷെ ട്രാവൽ ചെയ്യുക അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് തീരെ അപ്പൊ ചേട്ടൻ തോന്നി തുടങ്ങി ഇവിടെ ഇരുത്തിയാ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നീ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വെറുതെ കൂട്ടും. അതുകൊണ്ട് ഹെൽത്ത് വൈസും ഓക്കെ ആവും, മെന്റലി ഓക്കെ ആവും. നീ ഒന്ന് UPC എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും അറിയാൻ മേലാത്തൊരു ഫീൽഡിലോട്ട് എങ്ങനെ പോകാനാ? ഞാൻ ഒന്നും നമുക്ക് അറിയാനേ പറ്റത്തില്ല. അപ്പൊ സാരമില്ല, നീ ചെന്ന് നോക്കെന്ന് പറഞ്ഞു. ആദ്യം അങ്ങോട്ട് ചെന്ന് നോക്കി. ആദ്യം കണ്ടപ്പോ ഒക്കെ ഒരു ടെൻഷനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകുന്ന വെറും ഒരു ആളായിട്ടല്ലല്ലോ, ഹരികുമാറിന്റെ വൈഫ് എന്നുള്ള ഒരു പദവി ഉള്ളത് കൊണ്ട് അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ ലേബേഴ്സ് ആണെങ്കിലും പ്ലാന്റിലുള്ളവർ, ജോലി ചെയ്താണെങ്കിലും എല്ലാവരും, അഡ്മിനിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിലും എല്ലാവരും എന്നെ നന്നായിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും അഡ്മിനിസ്ട്രേഷൻ അല്ല, ഈ പ്ലാന്റിനെ പറ്റി പഠിക്കണമെങ്കിലും അവിടെ കോട്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കണമെങ്കിലും അതിനുള്ളിൽ വർക്ക് ചെയ്യുന്നവർ വേണം. അപ്പൊ ഇതിനെ പറ്റി അറിയാവുന്നവര് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിക്കാൻ. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മളിത് പഠിക്കാനും ശ്രമിക്കും. കാരണം പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മോശക്കാരിയാവത്തില്ല. ഹരികുമാറിന്റെ വൈഫല്ലേ, അങ്ങനെ മോശമാവാൻ പറ്റത്തില്ല. അത് കാരണം ഒത്തിരി പഠിക്കാൻ ശ്രമിച്ചു. അവരെന്നെ അതുപോലെ കൊളീഗ്സ് ആണെങ്കിലും നമ്മുടെ സബോർഡിനേറ്റ്സ് ആണെങ്കിലും നമ്മളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവര് പഠിച്ചതെല്ലാം ഞാൻ അതുപോലെ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. സ്ഥാപന ഉടമയുടെ ഭാര്യ എന്ന ഒരു നിലയിൽ പെരുമാറിയിരുന്നെങ്കിൽ അവർക്കും എത്രത്തോളം ഇങ്ങോട്ടേക്ക് ഓപ്പൺ അപ്പ് ആകാമെന്ന സംശയം വരും. അപ്പൊ ചേച്ചി അത് എല്ലാം മനസ്സിലാക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിലനിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. ചേച്ചിക്ക് ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് അത്രയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒത്തിരി നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണുമ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഹാപ്പിനെസ് സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. അതിനൊത്തിരി എല്ലാത്തിനും നമ്മുടെ പിറകിൽ നമ്മുടെ ഹസ്ബൻഡ്, അദ്ദേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അദ്ദേഹമാണ് നമ്മളെ ഓരോന്നിനും. ചേച്ചി സ്വതന്ത്രമായിട്ട് നോക്കുന്ന കാര്യങ്ങളിൽ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാനുള്ള ഒരു സ്പേസും നിങ്ങൾക്കിടയിൽ ഇല്ലേ? അതായത് ഒരു സ്ഥാപനത്തിന്റെ ചുമതലകൾ നോക്കി ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ചേച്ചിയെ വിശ്വസിച്ച് ആദ്യമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നത് അഡ്വൈസ് ചേട്ടനെ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇത് ചെയ്യുന്നത് ശരിയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ കോട്ടിങ് ചാർജ് ഇത് കൊടുത്താൽ നമുക്ക് നഷ്ടമായിട്ട് പ്രൊഫൈൽസ് ആണ്, ഇല്ലെങ്കിൽ കിച്ചൺ ക്യാബിനാണെന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന, കാരണം LIT കൊടുക്കുന്ന പ്രൈസും UPC കൊടുക്കുന്ന പ്രൈസും നമുക്ക് ഏകദേശം ഒന്നിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം അവിടെ എടുക്കാൻ പറ്റില്ല. കാരണം ചേട്ടനോട് ചോദിച്ചിട്ടേ നമുക്ക് എന്തായാലും എടുക്കാനൊക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ തനിയെ ഒരു തീരുമാനം എടുക്കത്തില്ല. എന്തും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ആധികാരികമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. കാരണം ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ കെമിക്കൽ ആണെങ്കിലും പൗഡർ ആണെങ്കിലും എന്താണെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇപ്പൊ ഏതൊക്കെ മേഖലകളുടെ ചുമതലയാണ് പ്രധാനമായിട്ട് ഇപ്പൊ വഹിക്കുന്നത്? പ്രധാന മേഖല എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇത് തുടങ്ങിയതിന് ശേഷം അതായത് കുട്ടികളൊക്കെ പഠിക്കാനും വിവാഹിതരായിട്ടും ഒക്കെ പോയി അവർ അവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഏതെങ്കിലും നിലയിൽ അതിന് മുമ്പുണ്ടായിരുന്ന പേഴ്സണൽ
ലൈഫിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സമയം ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും. ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ്. ഞങ്ങൾ 11 പേരാണ് താമസിക്കുന്നത്. എനിക്ക് ദേവിയും ലച്ചും ഇല്ലാതെ ഞാൻ ഒരിടത്ത് പോകത്തില്ല. അവരാണെങ്കിൽ ഇപ്പോഴും ഞാനൊരു മാർക്കറ്റിൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ഒന്ന് തന്നെ പോകണ്ട എന്ന് പറഞ്ഞ് ലച്ചു എന്റെ കൂടെ വരും, ഇല്ലെങ്കിൽ ദേവി എന്റെ കൂടെ വരും. ഇപ്പൊ എനിക്ക് എന്റെ മക്കളെക്കാട്ടിലും എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് എന്റെ മരുമക്കളാണ്. കാരണം ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് മേടിച്ചോണ്ട് തരും. അതിനകത്ത് നമുക്ക് ഭയങ്കര, അതാ പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വേണ്ടോളം കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ കുടുംബം, മക്കളുടെ പേര്, അവര് എന്ത് ചെയ്യുന്നു എല്ലാം ഒന്ന് പരിചയപ്പെടുത്തിയാലോ? എല്ലാരെ കുറിച്ച് ഒന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോളുടെ പേര് ഡോക്ടർ സൗമ്യ ഹരികുമാർ. മോളുടെ ഹസ്ബൻഡിന്റെ പേര് മുരളി രാജ്. ദേമോള് ഗൈനക്കോളജിസ്റ്റ് ആണ്, മുരളി എമർജൻസി മെഡിസിൻ ആണ്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ മോളുടെ പേര് ലക്ഷ്മി, അവളും ഡോക്ടറാണ്. റെസ്പിറേറ്ററി മെഡിസിൻ ആണ് അവിടെ സബ്ജക്റ്റ്. അവിടെ ഹസ്ബൻഡ് റേഡിയോളജി. ഇപ്പൊ ഒരു ഡോക്ടർ കുടുംബമാണ്. രസകരമായൊരു യാത്രയാണ്. അതായത് അധ്യാപക കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഒരു ബിസിനസ് കുടുംബത്തില് എത്തി ഇപ്പൊ ഒരു ഡോക്ടർ കുടുംബമായിട്ട്. രണ്ടാമത്തെ മോന്റെ പേര് രാഹുൽ രാജ്. ശരി, അങ്ങനെയാണ്. പിന്നെ എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. മൂത്ത മോന്റെ പേര് ഹരികേഷ്, രണ്ടാമത്തെ മോന്റെ പേര് ത്രിവേഷ്. 2 പേർക്കും ഓരോ ആൺകുട്ടികളാണ് ഉള്ളത്. കലച്ചേച്ചിയുടെ ദുബായിലെ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു, നമ്മള് ഇന്ന് പറയുകയാണെങ്കിൽ കൂട്ടുകുടുംബം എന്ന് തന്നെ പറയാം. അങ്ങനെ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നത്. തുടർന്ന് അമ്പലപ്പുഴയിലെ മറ്റു ബിസിനസ് സംരംഭങ്ങൾ, ഭാവി പദ്ധതികൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.